ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓണം പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ചില സദ്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. പിന്നെ വൈകിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ ഇപ്പം നമുക്ക് അമ്മ മറ്റേ പരിപ്പിനുള്ള സംഭവങ്ങൾ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പം നമ്മൾ പരിപ്പ് ആദ്യം എന്തോ ചെയ്തേ, പരിപ്പല്ല, പയർ എന്തുവായിരുന്നു ചെയ്തേ, വറുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളതിനെ ഈ മുറത്തിലിട്ട് ഇങ്ങനെ ഇതിനെന്തോ പറയുമായിരുന്നല്ല, അതന്നെ അലവാക്കണം. ഇവിടെ കുറേ നാളുകൊണ്ട് ഈ അരകല്ല് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ പണ്ടൊക്കെ ഇതിനകത്തായിരുന്നു എല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ അമ്മമാർക്കൊക്കെ മടിയാവുമല്ലോ, അതുകൊണ്ട് പിന്നെ അവരത് ചെയ്യില്ല. നമ്മൾ വണ്ടി പോവാണ് ഗൈസ്. അച്ഛൻ വരുന്നില്ല, ഞാനും അമ്മയും കൂടെ. ഫോൺ കടന്ന് വിറയ്ക്കുന്നത്. അപ്പം നമ്മൾ ചെറിയ ഷോപ്പിംഗ് ആവുള്ളൂ കേട്ടോ. പോയിട്ട് വന്നിട്ട് കാണാം. അതൂടെ മേടിച്ചതാ ഓണം. അത് രണ്ട് സൈസ് അല്ലേ ആണ്, എന്നാലും ഇന്നാള് പഠിച്ചോണ്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, ഇട്ടില്ല. ഇത് മതി. അതെ, നമ്മൾ ഡ്രസ്സ് നോക്കാൻ പോയി. അതിൽ ആ നേവി ബ്ലൂ ആട്ടോ ഞാൻ എടുത്തത്. ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ കണ്ണാടിയിൽ വെച്ച് നോക്കിയപ്പോൾ നേവി ബ്ലൂ കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. പക്ഷേ ബ്ലാക്ക് ആണെങ്കിൽ മീഡിയം ഉണ്ടായിരുന്നു, അടിക്കണ്ടായിരുന്നു. പക്ഷേ ഇതാണ്ട് ഷേപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു മേളയിൽ കയറി. അപ്പോൾ എനിക്ക് പൊട്ട്, സ്ലൈഡ് ഒക്കെ മേടിക്കണമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ആ സംഭവം ഒരു പാത്രം തപ്പി പോയതാണ്, അങ്ങേ അറ്റം വരെ പോയത് തപ്പി. അങ്ങനെ അത് കിട്ടി. പിന്നെ ടേബിൾ ഷീറ്റ് അത് നോക്കി പോയതാണ്. അപ്പം എനിക്ക് അതിൻ്റെ ഇടയ്ക്കൊരു എണ്ണ ഇരിപ്പുണ്ടായിരുന്നു, അത് ഇഷ്ടപ്പെട്ടു. അത് പക്ഷേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. അപ്പം അമ്മ പറഞ്ഞു അത് വേണ്ട, അല്ലാത്ത മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഈ സൺഫ്ലവറിൻ്റെ നമ്മൾ സെലക്ട് ചെയ്തു. ഇത് പക്ഷേ പണ്ട് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ഇത് നേരത്തെ ഉള്ളതായിരുന്നു. അമ്മ അങ്ങനെ അത് വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോപ്പ്. അതേ സൂപ്പ്. ഇതേപോലെ തന്നെ ഞാൻ നോക്കി നടക്കുകയാണ്. അപ്പം നമ്മൾ രാവിലെ അല്ല, വൈകിട്ട് എപ്പോഴാണ് പോയേ? 4:30 ആയപ്പോൾ പോയി. ഇപ്പം സമയം 6:40 ഗൈസ്. എന്തോ മേടിക്കാൻ മറന്നേ, ഉപ്പ് മേടിക്കാൻ മറന്നു. ഇവിടെ വന്നപ്പോഴാണ് ഓർത്തേ. ബാക്കിയെല്ലാം മേടിച്ചു. ചിലതൊക്കെ ഞാൻ വീഡിയോ എടുത്തു, ചിലതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, തിരക്കായിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ എടുക്കണമെന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഒത്തിരി സാധനങ്ങളായിപ്പോയി അമ്മയുടെ കയ്യിൽ. അപ്പം ഞാൻ പറക്കിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് എൻ്റെ കൈ ഞാൻ ഫ്രീ അല്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇതെന്താ ലോഷൻ മേടിച്ചു. ഇത് ബൈ വൺ ഗെറ്റ് വൺ ആണെന്ന് തോന്നുന്നു. നമ്മളെന്നും മറ്റേ നിനക്ക് വേണം, നമ്മളെന്നും മറ്റേ പച്ച കളറല്ലേ അമ്മ മേടിക്കുന്നേ, ഡാർക്ക് പച്ച. എന്താ 2 സോപ്പ് മേടിച്ചു. ശർക്കര, വീണ്ടും സോപ്പ്, ഗ്രീൻ പീസ്, എന്തോ ഉലുവ, പഞ്ചസാര എന്നാണ് ഇവിടെ പറയുന്നത്. ചിലവരൊക്കെ പഞ്ചസാര എന്നാണ് പറയുന്നത്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ കടുക്, പിന്നെ ഉഴുന്ന്,
കടല, പയർ. ഞാൻ സോപ്പ് തന്നെ ഒന്നുകൂടെ മേടിച്ചു. ഇതെന്തൊരു സോപ്പാണെന്നോ എന്തോ. ഇതാ ഞാൻ കുറേ നാൾ കൊണ്ട് തപ്പി നടന്ന സോപ്പെന്നും പറഞ്ഞ് അമ്മ പൊക്കിക്കൊണ്ട് വന്നതാണ്. എവിടുന്നോ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണ്. ഈ സോപ്പ് ഞാൻ ഇന്നേ വരെ ആ സോപ്പ് കണ്ടിട്ടില്ല. പിന്നെ ഒരു ടേബിൾ ഷീറ്റ് മേടിച്ചു. പിന്നെ ഒരു ചായ ഇടുന്ന, ചായയല്ല കാപ്പി ഇടാൻ ചെറിയ പാത്രം. ഇതിലൂടെ എന്നെ കാണാമല്ലോ. പാത്രം മേടിച്ചു. പിന്നെ ഇതിനൊക്കെ പൊട്ടില്ല. പിന്നെ ഒരു പേസ്റ്റൽ മേടിച്ചു. എന്താ സിംബ നോക്കിക്കിടക്കുന്നേ? നിനക്ക് വേണം? പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. ചടാ, കുത്തട്ടെ. ഇതെനിക്ക് മാഗി കഴിക്കാം. ചെറിയ വിളക്ക് കത്തിക്കാൻ നാളെ ഇനി എണ്ണ മേടിച്ചേ പറ്റൂ. നാളെയെങ്കിലും അവിടെ പോയി കത്തിക്കണം. മറ്റേ മാസം തീരാറായി. ചെറിയുടെ അവിടെ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം കയ്യിൽ പൈസ മുട്ടാതിരിക്കെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പം ആർക്ക്? എന്തോന്നാ? ആരെങ്കിലും അങ്ങനെ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് ഫിനാൻഷ്യലി പ്രോബ്ലം ഒന്നും അങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നി ആപത്തും മാറ്റി പൈസക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഒക്കുന്നാലെ വിളക്ക് കത്തിക്കാന്ന് പറഞ്ഞു. അതിന് കത്തിക്കുന്നു. അങ്ങനെ വിശ്വാസം അതല്ലേ എല്ലാം. ബ്രഹ്മചര്യാണോ? ഇവിടെ എപ്പോഴും ബ്രഹ്മചര്യ ഗൈസ്. ഞാൻ എപ്പോഴും പറയും പാലട വെക്കാം. പക്ഷെ അതിന് ഭയങ്കര കിറ്റില് തന്നെ പഞ്ചസാരയുണ്ട്. പക്ഷെ നോർമൽ കിറ്റിലുള്ളതിനേക്കാളും ഭയങ്കര മധുര പാലടയുടെ അകത്തെ പഞ്ചസാര. അല്ലെ അത് മാറ്റിയിട്ട് നമ്മൾ ഇടണം. അത് ആദ്യം ഞാൻ ഒരിട്ട് വെച്ചപ്പോൾ ഓർത്തതും ഇല്ല. എല്ലാവരും തട്ടിയിട്ട് ഭയങ്കര മധുരമായിരുന്നു. പിന്നെ അത് പോരാഞ്ഞിട്ട് മറ്റേ റോസ് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഉരുക്കി ഒഴിക്കുമല്ലോ. അതുകൂടെ ആയപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കിറങ്ങി നിൽക്കുമായിരുന്നു മധുരം കാരണം. കൊച്ചുള്ളി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മാൾ ഒണിയൻ ആൻഡ് ബിഗ് ഒണിയൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മാൾ ഒണിയൻ ആൻഡ് ബിഗ് ഒണിയൻ? ടെൽ മീ. ബിഗ് ഒണിയൻ ചമ്മന്തി അരയ്ക്കാൻ. വാട്ട്? സ്മാൾ ഒണിയൻ ചിക്കൻ വെക്കാം, സാമ്പാർ വയ്ക്കാം. ചിക്കൻ കറി വെക്കുമ്പോൾ കുഞ്ഞുള്ളി ഇടുന്ന രസം ഇവിടെ ഇടാത്തതല്ല. ഈ ലോഷന്റെ കുപ്പി കഴുകിയെടുത്താ വെള്ളം വെക്കാനും വലിയ കുപ്പി. അത് 1 ലിറ്റർ ആണോ? അന്ന് നമ്മളിത് 2 അല്ലി മേടിച്ചേ. ഒന്ന് മാമി നമ്മളല്ല, ഞാനും അച്ഛനും കൂടെ മേടിച്ചു. അമ്മ ഞാനും അച്ഛനും കൂടെ മേടിച്ചു. മഞ്ഞ റോസും അന്ന് മേടിച്ചേ. പക്ഷെ നോർമലി എല്ലായിടത്തും ഞാൻ ഡാർക്ക് പച്ചക്കളറെ കണ്ടുള്ളൂ. ഇത് പിസ്ത ഗ്രീൻ. എവിടെ പോയതും പുതപ്പും കൊണ്ടൊക്കെ അങ്ങനെ പാലട വെക്കുവാണ് ഓണത്തിന്. പാലട വെച്ചാൽ അമ്മക്ക് 2 രൂപ. എന്താ എല്ലാവർക്കും ഷുഗറാണ് കഴിച്ചുള്ളത്. മാമിക്ക്, മാമന്, അച്ഛന്, ഞങ്ങൾക്ക് 2 ഉണ്ടോ എന്തോ നമ്മളെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇന്നൊന്നും വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് കാണും മിക്കവാറും. ഞാൻ എല്ലാത്തിൻ്റെ കൂടെ പഞ്ചസാര കൂട്ടും. ദോശ, ദോശ, അപ്പം, പുട്ട്, സവാളയെ കിട്ടും. അത് നീ മേടിച്ചാൽ മതി. അതൊക്കെ മേടിക്കണ ഒരു സ്റ്റാൻഡ് കണ്ട നമ്മൾ മേളയിൽ പോയപ്പോൾ തട്ടായിട്ടിരിക്കുന്നത്. അത് ഇളക്കി വെക്കാം. അങ്ങനെ അതിൻ്റെ ചെറുതില്ലാന്നും പറഞ്ഞിട്ട് ഈ അമ്മ മേടിച്ചില്ല. ഇപ്പം വന്നിരുന്ന് റിഗ്രറ്റ് ചെയ്യുന്നു സ്റ്റാൻഡ് കിട്ടാത്തതിന്. അമ്മയുടെ കുട്ടിക്കാലത്തെ ഓണം എന്തൊക്കെയായിരുന്നു? രാവിലെ നിങ്ങൾ എത്ര മണിക്ക് എണീക്കുമായിരുന്നു ഓണത്തിൻ്റെ സമയത്ത്? അതെന്നും എണീക്കുന്ന പോലെയാണ് എണീറ്റുകൊണ്ടിരുന്നത്? അതെ. എന്നിട്ട് രാവിലെ എണീറ്റ് കുളിച്ച് അത്തപ്പൂ ഇടുവായിരുന്നു. പൂവൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. എല്ലാ പൂവും ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഞങ്ങൾ അയ്യത്തു നിന്നൊക്കെ പറിക്കും. അത് തലേന്നെ പറിക്കാൻ ഇല്ല, അന്ന് രാവിലെ പോകത്തേ ഉള്ളൂ. ആരൊക്കെ പോവും? ഞാൻ പോവും. പിന്നെ ആരാ കൂടെ എനിക്ക് ഓർമ്മയില്ല. അതെ. പിന്നെ അപ്പോഴത്തേനും അമ്മൂമ്മ കാപ്പി ഉണ്ടാക്കി. ഞങ്ങള് കുളിച്ചിട്ട് വന്ന് കാപ്പി കുടിക്കും.
അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മയമ്മ കാപ്പി ഉണ്ടാക്കാൻ നിങ്ങൾ എന്താ സഹായിക്കാത്ത? ഇവര് എത്ര പെൺമക്കളുണ്ടായിരുന്നു? നിങ്ങൾ എത്ര പെൺമക്കളുണ്ട്? 4 4 പെൺമക്കളുണ്ട് ഗൈസ്. 4 പെൺമക്കളും ഒരേ ഒരാളും. എന്നിട്ട് 4 പേരുണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അമ്മൂമ്മയെ അടുക്കളയിൽ ഓണത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സഹായിച്ചില്ല? അമ്മൂമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊള്ളുമായിരുന്നു. ഞങ്ങൾ അപ്പോഴത്തേന് അത്തപ്പൂവൊക്കെ ഇട്ട് അത്തപ്പൂവൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോകാനായിരിക്കും. ഓർമ്മയില്ല, വർഷങ്ങളുടെ മുമ്പേ ഉള്ളതാണ്, ഒരു ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ചോറൊരുക്കി. പുതിയതൊക്കെ ഉണ്ടാകുന്നൊന്നും ഓർമ്മയില്ല. പുതിയ ഡ്രസ് ഉണ്ടാവുമായിരിക്കും. അന്നത്തെ തുണിക്കടയൊക്കെ കുറെ ഉണ്ടായിരുന്നു. അന്നത്തെ തുണിക്കടയൊക്കെ കുറേയൊന്നുമില്ല. തുണിക്കട കുറെ ഉണ്ടോന്നും നമുക്കറിയത്തില്ല. അമ്മ അച്ഛനും ആയിരുന്നു പോയി എടുക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങളെ കൊണ്ടുപോകത്തില്ല? അറിയത്തില്ല. നിങ്ങൾ വാശി പിടിക്കത്തൊന്നും ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. അന്നൊന്നും വാശി പിടിച്ചാലേ വാശിക്ക് മോള് ഇത് നിൽക്കുന്ന അച്ഛനും അമ്മയും ഒന്നും അല്ലായിരുന്നു. ഇതുപോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുമായിരുന്നു. പിന്നെ അങ്ങനെ പൂവൊക്കെ ഇട്ടിട്ട് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ചോറൊക്കെ ഉണ്ട്. പിന്നെ ഊഞ്ഞാലൊക്കെ ആടി. ഞങ്ങളെ വീട്ടുമുറ്റത്തായിരുന്നു പിന്നെ കളിക്കുന്ന മൊത്തം. അമ്മ അച്ഛൻ അണ്ണൻ ചേച്ചിമാര് മാമന്മാര്. അച്ഛനൊക്കെ ഓണക്കളിക്ക് വരുമായിരുന്നു. നമ്മുടെ ഫാമിലി അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും കഴിഞ്ഞ വട്ടമൊക്കെ കഴിഞ്ഞ വട്ടമായിരുന്നു സെലിബ്രേഷൻ നമ്മൾ വെറുതെ വീട്ടിലിങ്ങനെ കസേര കളിയൊക്കെ നടത്തുന്നു. അപ്പം എല്ലാവരും ഫാമിലി നമ്മൾ ഒരു 3-4 വീട് ഇവിടെ അടുത്തടുത്ത. അപ്പം അവരെല്ലാവരും ഒരുമിച്ച് കൂടെ. അങ്ങനെ ഭയങ്കര ആ കാര്യങ്ങളിലൊന്നും സ്ട്രിക്റ്റായ ഫാമിലിയൊന്നും അല്ല. എല്ലാവരും വരുമായിരുന്നു. പിന്നെ ഒരു വട്ടം നമ്മൾ വീടിനപ്പുറത്ത് ഗ്രാൻഡായിട്ട് അടുത്തുള്ള പിള്ളേരെയൊക്കെ വിളിച്ച് ഓണപ്പരിപാടിയൊക്കെ നടത്തിയായിരുന്നു. ഇപ്പോഴും നല്ല അതെൻ്റെ കുഞ്ഞിനെ ഞാൻ 7-ലോ ഞാൻ 7ാം ക്ലാസ്സിലും കണ്ട് പഠിക്കുമ്പോഴായിരുന്നു അത്. അങ്ങനെ ഇപ്പം പിന്നെ ഈ വർഷം പിന്നെ ആർക്കും അങ്ങനെ ഓണം ഇല്ല. അത് കുറച്ച് മരണമൊക്കെ സംഭവിച്ചത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ അപ്പുറത്തെ മാമിക്കൊക്കെ ഒന്നും ഓണമില്ല. അതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും വലുതായിട്ട് പറ്റത്തില്ല. പിന്നെ ഇവിടെ സദ്യയൊക്കെ ഒരുക്കും. അല്ലാതെ എല്ലാ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല. പിന്നെ ഓണം ഇല്ലാത്തതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ വരും. അപ്പം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകും. നമ്മൾ ഓണത്തിന് അവർ വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും കാണാനുള്ള പ്ലേസിൽ പോകും. അപ്പം അതുപോലെ ഈ വട്ടം കുറച്ച് ദൂരത്തോട്ടാക്കാം. കാരണം വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഓണം കഴിഞ്ഞല്ലേ വരുന്നത്. അപ്പം രാവിലെ ഒരു 1 ഡേ ട്രിപ്പായിട്ട് പോകണം കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും പോകണേ. നിങ്ങൾ വരുന്നോന്ന് അറിയത്തില്ല. ഇവർ വരത്തില്ല ഗൈസ്. ഞങ്ങളെ പോന്നെ. ഞങ്ങൾ 4 പേരും കൂടെ പോന്നെ. പിന്നെ ചിലപ്പോൾ വേറെ ചേച്ചിയൊക്കെ വരും. അങ്ങനെയാണ് നമ്മൾ ദൂരോട്ട് പിടിക്കും. ഒരു 1 ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ എല്ലാവരും കൊണ്ട് പോകും. എന്നിട്ട് പിന്നെ ഊഞ്ഞാലാടി കളിച്ചിട്ട് രാത്രി ചോറ് കൊണ്ടിട്ട് കിടന്നു. ഊഞ്ഞാലിന്ന് വീണിട്ടുണ്ടോ? ഊഞ്ഞാലിന്നൊക്കെ വീണ് മുട്ടയിടുവായിരുന്നു. പിന്നെ ഓണം എല്ലാം കളിച്ചിട്ട് പിന്നെ ചോറ് കൊണ്ടിട്ട് രാത്രി കിടന്ന് ഉറങ്ങും. ഓണത്തിന് 4 പേരും ചേച്ചിമാരൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു കല്യാണം. എന്നിട്ട് ചോറ് കഴിക്കാൻ നേരം നിങ്ങൾ എല്ലാരും കൂടി ഇരുന്നാണോ കഴിക്കുന്നത്? അതോ കുട്ടികളെല്ലാം ഒരു സെക്ഷൻ? അങ്ങനെയൊന്നുമല്ല. കുട്ടികളാരാ? അമ്മേക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? 2 വയസ്സിന്. 2 വയസ്സിന് മൂത്തതേ ഉള്ളൂ. എന്നിട്ടാ പറയുന്നത് ഞാനല്ലേ ഉള്ളൂ കൊച്ചന്ന്. കൊള്ളാം. എന്നിട്ട് എന്റെ ജന്മനാള് ദിവസം ഗോഡൌണിലുള്ളവർക്ക് എല്ലാം അപ്പൂപ്പ വിളിച്ച് സദ്യ കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓണത്തിന് അമ്മൂമ്മ എന്നുണ്ടെങ്കിൽ അരി പൊടിച്ച് അരി മാപ്പൊടിയാക്കി പിന്നെ ഒരു ഈർക്കിലും വെച്ച് പല്ല് ആർക്കാ വെക്കുന്നേ വെളിയിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അരിയും മുളകും എല്ലാം കൂടെ അത് രാജാല ഉച്ചാരേക്ക് ഇടയ്ക്ക് കൂടെ വേറൊരാളിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് അമ്മ ഇടയ്ക്ക്
അങ്ങനെ എന്നിട്ട് ശർക്കര ഉപ്പ് കാവ് കൊണ്ടുവന്ന് തൊലിച്ച് കാവറ്റൽ ഉണ്ടാക്കി ചീനി വറ്റല് കളി ഉടയ്ക്കുക ഈ അരിയും മുളകും എല്ലാം കൂടെ അരച്ചിട്ട് വട്ടയില പിച്ച് കൊണ്ടുവന്ന് അതിനകത്ത് ഈ ഇത് ചൂടാക്കിയിട്ട് ഒരു സൈസ് അപ്പം ഉണ്ടാക്കും. അതൊക്കെയായിരുന്നു അന്നെല്ലാം വീട്ടിലുണ്ടാക്കൂലേ. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെയോ? മുളക് പൊടിയും മല്ലിപ്പൊടി മുളക് മേടിച്ച് വറുത്ത് പൊടിക്കും. മുളക് വീട്ടിലുണ്ടാക്കുമല്ലോ. മുളക് വീട്ടിലുണ്ടാക്കുമായിരുന്നു. പറ്റൽ മുളക് മേടിച്ചോണ്ട് വന്ന് വെയിലത്ത് അതല്ല ഞാൻ ചോദിച്ചത്. അന്നൊക്കെ എല്ലാം വീട്ടിലുണ്ടാക്കുവായിരുന്നല്ലോ എന്ന് പറഞ്ഞല്ലോ. വീട്ടില് കൃഷി ചെയ്യുമായിരുന്നോ പച്ചമുളക് എന്നാ ചോദിച്ചേ. ഇല്ല. വീട്ടിൽ കൃഷി ചെയ്യുന്ന എങ്ങനെ വറ്റലും മുളക്? അതൊക്കെ ചെയ്യണം. നിങ്ങൾ പണ്ടത്തെ ആൾക്കാര് ഭയങ്കര എന്തെങ്ങാണ്ടാന്നല്ലേ പറഞ്ഞു. ഞങ്ങള് പണ്ടത്തെ ആൾക്കാർ ഞങ്ങളുടെ അയ്യത്തെ ഇഷ്ടം പോലെ പറങ്കാവുണ്ടായിരുന്നു. ഏത് സൈസ് മാങ്ങ വേണോ, കണ്ണാണ്ടി വേണം, മാങ്ങ വേണോ, തേങ്ങ, ചക്ക എല്ലാം ഉണ്ടായിരുന്നു. ചീനി. ആ ഗോഡൌണിന്റെ അവിടെ വീടായിട്ട് ഇവിടെ ഇതിന്റെ ഇത്രയും പുരടത്തി കൃഷിയായിരുന്നു. അറിയാമോ? പറങ്കാവിനകത്തൊക്കെ ഊഞ്ഞാലായിരുന്നു കാണുന്നത് ഞങ്ങള്. ഈ ഇവിടെ ഇത്രയും മാമന്റെ വീട് നിൽക്കുന്ന ആ ഭാഗത്ത്, ആ ശാലിനിയുടെ വീടിന്റെ ഭാഗത്തെല്ലാം ചീനിയായിരുന്നു. അന്നത്തേക്ക കാലം ഇനി എന്ന് മണിയേട്ടൻ പറയുന്നത് തിരിച്ചു വരും? ഒരിക്കലും വരത്തില്ല. അങ്ങനെ എല്ലാവരുടെയും കുഞ്ഞിലത്തെ കാലം അങ്ങനെ നല്ലയായിരുന്നു. തിരിച്ചു വരത്തില്ല. പിന്നെ അത് പോട്ടെ. ഈ വർഷത്തെ ഓണത്തിന് എന്താ പരിപാടി? ഈ വർഷത്തെ ഓണത്തിന്റെ മാനസികമായിട്ട് ഒരു സന്തോഷമില്ലാത്തൊരു ഓണം. അതുകൊണ്ട് ഈശ്വരൻ ഒരു ആപത്തും വരുത്താതെ ഈ ഓണം കൊള്ളാൻ അനുവദിച്ചാ മതി. അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ ഷർട്ട് അച്ചറിഞ്ഞിട്ടില്ല. ഷർട്ട് എടുത്താലും സർപ്രൈസ്. ഹാപ്പി ഓണം. എനിക്കെന്തിനാ ഷർട്ട് എടുത്തേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ആർക്കും ഒന്നും എടുക്കണ്ടെന്ന്. ഇതെന്റെ വയ്യ. അച്ഛൻ ഒരാളൊരു സാധനം തരുമ്പോ എണീറ്റിരുന്ന് മേടിക്കണ്ടേ? അച്ഛൻ എന്താ സർപ്രൈസ് ആവാഞ്ഞേ? ഞാൻ അച്ഛന്റെ റിയാക്ഷൻ എടുക്കാതെ വീഡിയോയിൽ കൊണ്ടുവന്ന അച്ഛൻ സർപ്രൈസ് ആവാഞ്ഞേ? ഇതിനെ പറഞ്ഞിട്ട് വരത്തില്ലായിരുന്നു. ഇതിന്റെ കറുപ്പുണ്ടായിരുന്നു. കറുപ്പ് ഇത് ലാർജാ. കറുപ്പിൽ മീഡിയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വെച്ച് നോക്കിയപ്പം ഇതാ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നി. ഇത് പഠിക്കണം. ഇത് ലാർജാ. ഇങ്ങനെ നോക്കുന്നത് കൊള്ളാവോ? ഇതായിട്ടുള്ള കളർ കറുപ്പുണ്ടായിരുന്നു ഇതിന്റെ. പക്ഷെ ഞാൻ കണ്ണാടി വെച്ച് നോക്കിയപ്പോ ഇതാ എനിക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നി. കറുപ്പുണ്ടായി. പക്ഷെ കറുപ്പായിരുന്നു. എനിക്ക് കറക്റ്റ് അടിക്കേണ്ട വരത്തില്ലായിരുന്നു. മീഡിയം ഉണ്ടായിരുന്നു. ഇത് ലാർജ്. ഇതാണ് ഗൈസ് എൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്. കുളമോ ചിത്തിനി ഷേപ്പ് ചെയ്യാനുണ്ട്. കുറച്ച് വലുതായിരിക്കും. ഇതാണ് ഗൈസ് അമ്മയുടെ നൈറ്റി. അമ്മയ്ക്ക് ഒരു സാരി ഗിഫ്റ്റായിട്ട് കിട്ടിയായിരുന്നു. ഒരു സെറ്റ് സാരി. അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് സാരി മേടിച്ചില്ല. ഇതാ നൈറ്റി. ഈ കളറില്ല. ബാക്കി അവിടെ മിക്ക കളറുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതെടുത്ത. പിന്നെ ഗിഫ്റ്റ് കിട്ടിയ സാരി കാണിച്ചു തരാം. അതെനിക്കിഷ്ടമായി. ചിലപ്പോൾ ഞാനതടിച്ച് മാറ്റും. കൃഷ്ണൻ വരുന്ന സെറ്റ് സാരി കണ്ടാ. ഈ പ്രിന്റ് മൊത്തത്തിലുണ്ട്. അങ്ങും നോക്കിയാൽ ബ്ലൗസ് വരുമോ? ഇതിന് ഈ കളർ ഈ നീല ബ്ലൗസ് എടുത്തിട്ട് സിൽവർ ബോർഡർ വെക്കണം. കൊച്ചു പിന്നെ മോഡൽ അങ്ങനത്തെ മോഡലൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ കളർ നീല എടുത്താൽ മതി. മറ്റേ പോളിസ്റ്റർ തുണി എടുക്കാം. അപ്പം ഇതാണ് അമ്മയുടെ സാരി. ഇത് അമ്മയുടെ സാരി. എൻ്റെ സാരി എൻ്റെ ടോപ്പ് നേവി ബ്ലൂ.
അച്ഛൻ്റെ ഷർട്ട് ഒരു ബ്രൗൺ, മൂന്നും തമ്മിൽ ഒരു ബന്ധമായിരിക്കും. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഡ്രസ്സ് എടുക്കുന്ന സമയമൊക്കെ മിക്കപ്പോഴും ഒരേ കളർ എടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇപ്പോൾ മേടിച്ചൊന്നുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മൾ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ്, സാധനങ്ങൾ മേടിക്കാൻ പോയത്, ഡ്രസ്സ് ഷോപ്പ് ചെയ്തത്, അങ്ങനത്തെ ചെറിയൊരു വീഡിയോ. പിന്നെ അമ്മയുടെ ഓണത്തിൻ്റെ കുറച്ച് മെമ്മറീസ്. പൊതുവേ ഈ അമ്മ ഒന്നും പറയാറില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.